ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും നമ്മുടെ ആരോഗ്യപരമായ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ എയർ ക്വാളിറ്റി നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജലത്തിൻ്റെ ക്വാളിറ്റി, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി, നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മുടെ സൊസൈറ്റിയുടെ ആരോഗ്യത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിനകത്തും. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്രമാത്രം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നറിയാനായിട്ട് നമ്മൾ എയർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ ആയാലും ICUകളിലെ ആണെങ്കിലും ഒക്കെ എയർ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പീരിയോഡിക് ടെസ്റ്റിംഗ് നടത്തണം. നമ്മുടെ എയർ കണ്ടീഷൻസിൻ്റെ ഡക്റ്റ് ഫിൽറ്റേഴ്സൊക്കെ കൃത്യമായും മെയിൻറ്റെയിനിങ് ചെയ്യണം. ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് റീപ്ലേസ് ചെയ്യണം, ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ക്ലീൻ ചെയ്യണം. അങ്ങനെ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് പീരിയോഡിക്കലി നടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു ഡോക്യുമെൻ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ആ ഗൈഡ് ലൈൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നു എന്നത് മോണിറ്റർ ചെയ്യപ്പെടാൻ കഴിയണം. നമുക്ക് നമ്മുടെ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്സ് മറ്റ് ക്ലീനിങ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ കൂടുതൽ അസുഖങ്ങളുമായിട്ട് ഈ പേഷ്യൻ്റ് മല്ലടിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും. സ്വാഭാവികമായിട്ടും ഒരു അസുഖമായിട്ട് വന്ന് 9 അസുഖമായിട്ട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ പേഷ്യൻസ് എത്താനുള്ള നമുക്ക് ഒരു പ്രിവെൻഷൻ ഓഫ് ഫംഗൽ കോളനൈസേഷൻ ഇതിൻ്റെ പാർട്ടായിട്ട് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഓഫീസിൽ ഗ്രേപ്സിൽ തന്നെ ഒരിടയ്ക്ക് എല്ലാവർക്കും ഫീവർ വരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. റെഗുലർ ലീവുകളാണ് ഫീവർ കാരണം. അത് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഓഫീസിലാണ്, ഇന്ത്യവരത്തിലാണ്. ഇപ്പോൾ റെഗുലറായിട്ട് ഫീവറാണ്. നമ്മളവിടെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ഡക്റ്റുകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യിപ്പിച്ചു. അത് ഒരു മെയിൻ്റനൻസിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിൻ്റെ പാർട്ടായിട്ട് മാറ്റി. കൃത്യമായി ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രോബ്ലം മാറിപ്പോയി. ഇത് നമ്മുടെ കൂടെ ഓൾവേസ് ഉള്ളവരായതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന. പേഷ്യൻസ് വന്നു പോകുന്നവരാണ്, 3-4 ദിവസമാണ് നമ്മുടെ അടുത്ത് കിടക്കുക. അവരിതിൻ്റെ ഇടയിൽ അടുത്ത അസുഖമായിട്ട് വരുമ്പോൾ പോലും നമ്മളൊരു പുറത്തു പോയി അസുഖം വന്നു എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ IPC4A, the organization has appropriate engineering controls to prevent infections എന്നാണ് പറയുന്നത്. പേഷ്യൻസിൻ്റെ ഡിസ്റ്റൻസ് മാനേജ് ചെയ്യുന്നതിൽ തുടങ്ങി നമ്മുടെ എയർ കണ്ടീഷൻസിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ്, ക്ലീനിങ്, ഫിൽറ്റേഴ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ ഒരു ഫംഗൽ കോളനൈസേഷൻ ഒഴിവാക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും മെയിൻറ്റെയിൻ ചെയ്യുക. വാട്ടർ ക്വാളിറ്റി പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ വാട്ടർ സപ്ലൈ സോഴ്സ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കംപ്ലീറ്റ് ഓൾവേസ് മോണിറ്റേർഡ് ആയിരിക്കണം. നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ എൻജിനീയറിങ് കൺട്രോൾസ് വളരെ കൃത്യമായി പ്രിവെൻറ്റിങ് ഓഫ് ഇൻഫെക്ഷൻസ് അതിന് ഫോക്കസ്ഡ് ആയിരിക്കണം. സോ IPC4A, the organization has appropriate engineering controls to prevent infections. അതിന് കൃത്യമായ ഡോക്യുമെൻറ്റഡ് ലിസ്റ്റ് ഉണ്ടാവണം. പീരിയോഡിക്കലി മോണിറ്റർ ചെയ്യണം, വെരിഫൈ ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം.